പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. കർത്താവ് ഈ പ്രഭാതവും നമ്മെ കാണിച്ചല്ലോ. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവ് യേശു ക്രിസ്തു ആന്തരിക വിശുദ്ധിക്ക് പ്രാധാന്യം നൽകിയാണ് ശിഷ്യഗണങ്ങളെ എപ്പോഴും പരിശീലിപ്പിച്ചത്. ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ ആന്തരിക ശുദ്ധിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ്. മൂല്യനിർണയത്തിനുള്ള മാനദണ്ഡമെന്ന് പറയുന്നത് പുറമെയുള്ളതല്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പം ഭാഗ്യമായ പ്രകടനങ്ങൾക്കും ഭാഗ്യമായ വിശുദ്ധിക്കും നാം വിലമതിക്കുമ്പോൾ, അപ്പോൾ തന്നെ യേശു ക്രിസ്തു പഠിപ്പിച്ചത് നമ്മുടെ ഹൃദയം നന്നാകണമെന്നാണ്. അകത്ത് വിശുദ്ധി ഉണ്ടാകുമ്പം പുറത്തും വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധ ജീവിതത്തിന്റെ ഒരു മർമ്മപ്രധാനമായ ഒരു തത്വം നല്ല പ്രവൃത്തി കൊണ്ട് നമ്മെ അലങ്കരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ജീവിതത്തിന് മറ്റുള്ളവരുടെ മേലൊരു സ്വാധീനം ഉണ്ടായിരിക്കണം. നല്ല പ്രവൃത്തികൾ കൂടാതെയുള്ള വിശുദ്ധ ജീവിതം പൂർണ്ണമാകുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം രക്ഷിക്കപ്പെടുന്നവരെയും രക്ഷിക്കപ്പെടാത്തവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നതായിരിക്കണം. വിശുദ്ധന്റെ നല്ല പ്രവൃത്തികൾ എപ്പോഴും മറ്റുള്ളവർക്കൊരു നല്ല സന്ദേശമാണ്. നല്ല പ്രവൃത്തികൾ നമുക്കായി സംസാരിക്കും. സഹോദരനോട് കോപിക്കുന്നതും സഹോദരനോട് നിസ്സാര എന്ന് പറയുന്നതും വലിയ തെറ്റുകളായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം നന്നായിരിക്കണമെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശുദ്ധമായിരിക്കണം. സഹോദരന്റെ മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യേശു സഖായിയുടെ ഭവനത്തിൽ ചെന്നപ്പം സഖായി പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നത്. അപ്പം സഖായിയും മറ്റുള്ളവരും തമ്മിലുള്ള വഷളായ ബന്ധം പുതുക്കിയപ്പം യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്: ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. അപ്പം ബന്ധങ്ങളിൽ വിശുദ്ധരാകുവാനുള്ള യേശുവിന്റെ സന്ദേശം ഒരടിയന്തര സന്ദേശമായി നമ്മൾ ഏറ്റുവാങ്ങി പ്രായോഗികമാക്കി തീർക്കണം. ഭാഗ്യമായ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആരാധന രീതികളാണ് മിക്ക മതങ്ങളിലുമുള്ളത്. പുറമേ കാണിക്കുന്ന എല്ലാ ഭക്തി പ്രകടനങ്ങൾക്കും മനുഷ്യരിൽ നിന്ന് പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നാണ് യേശുനാഥൻ പറഞ്ഞത്. യഹൂദന്മാരുടെ ദാനധർമ്മങ്ങളും പ്രാർത്ഥന ഉപവാസം എല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നവയാണ്. ഉപരി വിപ്ലവമായി നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഹൃദയവുമായി യാതൊരു ബന്ധവുമില്ല. ഹൃദയശുദ്ധിയാണ് ബാഹ്യശുദ്ധിയേക്കാൾ പ്രാധാന്യമേകുന്നത്. കഴുകി ശുദ്ധീകരിച്ച ലോകത്തിന്റെ മോഹങ്ങളും താല്പര്യങ്ങളും മായാമോഹ കാഴ്ചകളും ഇല്ലാത്തൊരവസ്ഥ. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കിയാൽ, 1, മുഷിഞ്ഞ വസ്ത്രം അലക്കി വെളുപ്പിക്കുന്നത് പോലെ. 2, വെള്ളം ചേരാത്ത പാല് പോലെ. ഒരു ശുദ്ധമായ അനുഭവം. ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതെന്ന്. ഹൃദയത്തിൽ കാപട്യം വെച്ചുകൊണ്ട് ആത്മീയരെന്ന് നമ്മൾ അഭിനയിക്കുമ്പോൾ ധാരാളം ഉള്ള സമൂഹത്തിലാണ്, അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ഇത്തരം വേഷം കെട്ടലുകളെ നമ്മൾ തിരിച്ചറിയണം. തിരുവചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണെന്ന്. പരിശുദ്ധനായ ദൈവവുമായി അടുക്കുന്നതിന് തടസ്സമായി നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചിന്തകൾ, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിതിനെ പുറത്താക്കി നമ്മൾ ശുദ്ധിയുള്ളവരാകണമെന്ന വെടിപ്പുള്ള കൈ, നിർമ്മലമായൊരു ഹൃദയം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ദൈവസന്നിധി നിൽക്കുവാൻ കഴിയുകയുള്ളൂ.
ജീവിത വിശുദ്ധി അതിന്റെ പൂർണ്ണ അളവിൽ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങേണ്ടത് പുറത്തല്ല, ഹൃദയത്തിലായിരിക്കണം. ദൈവവചനം കേട്ടപ്പം തിരുവചനം അവളുടെ ഉള്ളിൽ ചെല്ലത്തക്കവണ്ണം അവളുടെ ഹൃദയം തുറന്നു എന്നാണ് ലുദിയയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഹൃദയ പരിച്ഛേദന ഏറെ ആവശ്യമാണ്. ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീനെന്ന് പറഞ്ഞാൽ ആന്തരിക രൂപാന്തരം ഏറെ ആവശ്യമാണ്. ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വേഷം മാറ്റും. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ജീവിത വിശുദ്ധിക്ക് ആധാരം നിർമ്മലമായൊരു ഹൃദയം, ഏകാഗ്രമായ ഒരു ഹൃദയം, അത് നമ്മൾ കുതിക്കണം. ഹല്ലേലൂയ. ദൈവഭക്തിയിൽ വളരുവാൻ നമുക്ക് ശിക്ഷണമേറെ ആവശ്യമാണ്. ജീവിതത്തിന്റെ വേർപാടിന്റെ അനുഭവം നമുക്ക് അവിടെ ഉണ്ടാകണം. എല്ലാവരും നടക്കുന്നത് പോലെ ഒരാത്മീയന് നടക്കാൻ പറ്റില്ല. അവരുടെ ഹൃദയം അങ്ങനെയല്ല. അശുദ്ധി കയറാതെ വേലി കെട്ടണം. വല്ലതും കയറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നീക്കണം. ജഡത്തിന്റെ ഇച്ഛകളെ ദണ്ണിപ്പിച്ചടിമയാക്കണം. നീതിമാനായ ലോത്ത് സോദോമിലെ അശുദ്ധി കണ്ട് ഹൃദയത്തിൽ വ്യഥ അനുഭവിച്ചെന്നാൽ അവിടെ നിന്ന് മാറി പാർക്കാൻ തുനിഞ്ഞില്ല. അതുകൊണ്ട് ജഡത്തിന്റെ ആത്മാവിന്റെ സകല കന്മഷങ്ങളെയും നീക്കി നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയല്ല. ജീവിത വിശുദ്ധം എങ്കിൽ ഹല്ലേലൂയ, ആ വിശുദ്ധ ജീവിതം ദൈവത്തോടുകൂടെ നടക്കുന്ന അനുഭവമാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഇത്ര സന്തോഷകരമായൊരു ജീവിതമാണ്. ഈ ദൈവിക പ്രഭാവലയത്തിൽ വിശുദ്ധരായി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവോരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിത വിശുദ്ധിക്കായുള്ളൊരു വാഞ്ചയിൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച നമുക്കൊരു മാതൃകയാകട്ടെ. ദൈവമേ, എന്നെ ശോധന ചെയ്ത എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. ഈ ലോകത്തിൽ ജീവിപ്പാൻ വേണ്ട ദൈവകൃപ എനിക്ക് നൽകണമേ. ഒരു ജീവിത വിശുദ്ധി എന്റെ ജീവിതത്തിൽ നൽകണമേ. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തിയെന്ന് ജീവിതത്തിൽ ആഴവും പരപ്പുമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധരായ ഒരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമായിരിക്കുമ്പോൾ അതിനായി എന്നെ സമർപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും.